ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ യാത്ര ആരംഭിച്ചിരിക്കുകയാണ്. രാവിലെ മഴയായിരുന്നു, കാരണം സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ലേറ്റായി. അപ്പോൾ ഗൗരികുണ്ടിലുള്ളതാണ്. ഞാനപ്പം പതിയെ ഇവിടെ നിന്ന് നടക്കാൻ തുടങ്ങുകയാണ്. മഴയാണെന്നുണ്ടെങ്കിൽ വീഡിയോ എടുക്കാൻ പറ്റത്തില്ല. എന്തായാലും ഞാനങ്ങനെ ഇന്നലെ സുഖമായിട്ട് ഉറങ്ങി. അപ്പം രാവിലെ ഗൗരികുണ്ടിൽ നിന്നും അങ്ങനെ ട്രക്കിങ് സ്റ്റാർട്ട് ചെയ്യുന്നു. ഹര ഹർ മഹാദേവ്. ഇവിടെ നിന്നാണ് കുതിരകളെ സ്റ്റാർട്ട് ചെയ്യുന്ന സ്ഥലം. പോണി സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്ന് പറയും. അത് ഇവിടെ ആദ്യം പോയി ബുക്ക് ചെയ്തിട്ട് ഇവിടുന്ന് കുതിരപ്പുറത്ത് കയറി പോകാൻ പറ്റും. ഇതാണ് കുതിരകൾ സ്റ്റാർട്ട് ചെയ്യുന്ന സ്ഥലം. ഇത് കുതിരപ്പുറത്ത് പോകാൻ ഉള്ള ആൾക്കാരുടെ ക്യൂ ആണ്. രാവിലെ ഇത്രയും കുതിരകൾ റെഡിയാണ്, ആൾക്കാർ പോകാനായിട്ട് റെഡിയായി നിൽക്കുകയാണ്. ഇപ്പോൾ ഇവിടുത്തെ റേറ്റ് 2400 രൂപയാണ് ഒരു കുതിരയ്ക്ക്. ഉദ്ദേശിച്ച പോലെ പ്രോഗ്രാമൊന്നും നടന്നില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മഴ കാരണം പിന്നെ ഞാൻ ഒറ്റയ്ക്ക് വരുന്നു. അവസാനം പിന്നെ കുതിരപ്പുറത്ത് വരാമെന്ന് തീരുമാനിച്ചു. കാരണം എന്ന് വെച്ചാൽ മഴ കാരണം എൻ്റെ കയ്യിൽ ലഗേജും കൂടുതലുണ്ട്. അങ്ങനെ പിന്നെ കുതിരപ്പുറത്ത് യാത്ര തുടങ്ങി. 2400 രൂപയാണ് കുതിരയുടെ ചാർജ്. അപ്പം തിരിച്ചിനിയിപ്പം നടന്നു പോകാമെന്ന് വിചാരിക്കുന്നു. ഇപ്രാവശ്യം ഞാൻ ഒറ്റയ്ക്കായി പോയി, അതുകൊണ്ടാണ് കുതിര എടുത്തത്. ഇവിടെ നിന്ന് കാണാനൊരു വെള്ളച്ചാട്ടമാണ്. വരുന്ന വഴിക്കെല്ലാം വെള്ളച്ചാട്ടം ഉണ്ടായിരുന്നു, പക്ഷേ മഴ കാരണം പലതും റെക്കോർഡ് ചെയ്യാൻ പറ്റിയില്ല. ഈ ആദ്യം കാണുന്ന കുതിരയാണ്, അതിൻ്റെ പുറത്താണ് ഞാൻ വന്നത്. കുറേ കാണുന്ന വേറെ ആളുടെ കുതിരയാണ്. ഇവിടെ ഇപ്പോൾ ചായ കുടിക്കാൻ നിർത്തിയതാണ്. ഞാനൊരു ചായ കുടിച്ചു. കുതിര ഓട്ടക്കാരനൊരു പൊറോട്ട, ആലു പൊറോട്ടയും കാപ്പിയും അടിക്കുന്നു. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് കുതിരപ്പുറത്തായതുകൊണ്ട് പെട്ടെന്ന് എത്തും. 1 മണിയാകുമ്പോഴത്തേക്ക് അവിടെ എത്തുമെന്നാണ് പറഞ്ഞത്. ഇല്ലെന്നുണ്ടെങ്കിൽ 4-5 മണിയാകാതെ എത്തത്തില്ലായിരുന്നു. ഹായ് ഫ്രണ്ട്സ്, ഞാനങ്ങനെ GMVൻ്റെ ഗസ്റ്റ് ഹൗസിൽ എത്തിയിട്ടുണ്ട്. ഇത് ഡോർമെട്രിയാണ്. 8 പേർക്കുള്ള ഒരു റൂമാണ്. അപ്പോൾ ഞാൻ റൂം കാണിച്ചു തരാം. നമ്മൾ കുതിരയിൽ നിന്ന് ഇറങ്ങിയിട്ട് ഏകദേശം 2.5 കിലോമീറ്റർ നടക്കണം. നടന്നു കഴിയുമ്പോഴാണ് ഇവിടെ എത്തുന്നത്. ഞാനപ്പോൾ റൂം കാണിച്ചു തരാം. ഇതാണ് എൻ്റെ ബെഡ്. ടോട്ടൽ 4 പേരാണ് ഇവിടെ ഉള്ളത്. ഇതാണ് എൻ്റെ ബെഡ്. അങ്ങനെ ടോട്ടൽ 8 ബെഡാണുള്ളത്. ഇവിടെ ടോയ്ലറ്റ് അറ്റാച്ച്ഡ് ആണ് ഇതിനകത്ത് തന്നെ. അത് കാരണം കുഴപ്പമില്ല, ടോയ്ലറ്റ് അറ്റാച്ച്ഡ് ആണ്. ഇതാണ് 1200 രൂപയാണ് ഒരു ബെഡിൻ്റെ ചാർജ്. ഞാൻ ഓൺലൈൻ ബുക്ക് ചെയ്തിരുന്നു. 3 ദിവസത്തേക്ക് ഞാൻ ബുക്ക് ചെയ്തിരുന്നു. ഇതാണ് GMVN ഗസ്റ്റ് ഹൗസിൻ്റെ റെസ്റ്റോറൻറ്റും. ഇത് ഹെലിപ്പാഡിനടുത്താണ്. ഓൺലൈനിൽ നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റും. അമ്പലത്തിൻ്റെ അവിടെ നിന്ന് ഏകദേശം ഒരു 600 മീറ്റർ ദൂരത്തിലാണ്. വെരിഫിക്കേഷൻ കൗണ്ടറാണിത്. നമ്മൾ QR കോഡ് ഇവിടെ വെരിഫൈ ചെയ്യും. ഇവിടെ വന്നതായിട്ടുള്ളത് നമ്മൾ താഴേന്ന് വെരിഫൈ ചെയ്ത ശേഷം ഇവിടെ വന്നതിന് ശേഷം ഇവിടെ വെരിഫൈ ചെയ്യണം ഇവിടെ എത്തിയെന്നുള്ളത്. അങ്ങനെ അമ്പലത്തിലേക്ക് ദർശനത്തിന് വേണ്ടി പോവാണ്. വൈകിട്ടത്തെ ഉടൻ മൂടൽമഞ്ഞാണ് ഇവിടെ. ഈ കാണുന്നത് മന്ദാകിനി സരസ്വതി നദിയാണ്. കേദാർനാഥിലേക്കുള്ള ഷോർട്ട് വഴിയാണ്. ഇപ്പോഴിവിടെ എല്ലാം പണികൾ നടക്കുന്നേ ഉള്ളൂ. ഫുള്ളി ഇതായിട്ടില്ല. ഫുള്ള് മൂടൽമഞ്ഞാണ്. കേദാർനാഥ് അമ്പലത്തിലെത്തി നല്ലതായിട്ട് ദർശനം നടത്തി. അമ്പലത്തിനകത്ത് മൊബൈൽ അലൗഡ് അല്ല. ഇവിടെ മഞ്ഞാണ്, മൂടൽമഞ്ഞാണ് ഇവിടെ. കാലാവസ്ഥ 12 ഡിഗ്രിയാണ് ഇവിടെ ഇപ്പോൾ. രാത്രിയിൽ വീണ്ടും കുറയും. നല്ലൊരു ദർശനം കിട്ടി. ഇനിയിപ്പോൾ രാവിലെ ഇപ്പോൾ കിട്ടിയത് ശൃംഗാര ദർശനമായിരുന്നു. ഭഗവാനെ ഒരുക്കിയുള്ള ദർശനം, ശൃംഗാര ദർശൻ. ഇനിയിപ്പോൾ നാളെയുള്ള നിരൂപ ദർശനം. നാളത്തെ ദർശനം രാവിലെ കാണണം. ഇവിടെ സന്യാസിമാരൊക്കെ ഇരുന്ന് തീ കായുന്നുണ്ട് കുണ്ടത്തിൽ. ഇപ്പോൾ ഞാൻ വൈകിട്ട് വീണ്ടും ആരതി കാണാനായിട്ട് വന്നിരിക്കുകയാണ്. ആരതിക്ക് കാണാൻ വേണ്ടിയുള്ള ആൾക്കാരാണ് ഇങ്ങനെ ഇരിക്കുന്നത്. ഇവിടെ എല്ലാവരെയും ഇരുത്തിരിക്കുകയാണ്. നല്ല മൂടൽമഞ്ഞുണ്ട്, ചെറുതായിട്ട് വെള്ളത്തുള്ളികൾ വീഴുന്നുണ്ട്. നല്ല തണുപ്പുണ്ട്. ജാക്കറ്റൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിലും നല്ലതായിട്ട് തണുക്കുന്നുണ്ട്.
അങ്ങനെ ആരതി നടക്കുകയാണ്. നമുക്ക് പുറത്തിരുന്ന് ഇരിക്കുകയേ ചെയ്യാൻ പറ്റുള്ളൂ. അകത്ത് ആരതി നടക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് കർപ്പൂരം വെളി കൊണ്ടുവരും, കണ്ടിട്ട് വെളി വരും. അങ്ങനെ ഇന്നത്തെ ദർശനം ഏകദേശം കഴിഞ്ഞു, ആരതി കഴിഞ്ഞു. ഞാൻ അങ്ങനെ റൂമിലേക്ക് ഇനിയിപ്പോൾ പോവാണ്. നാളത്തെ ദർശനം കാണിക്കാം. അതുവരേക്കും എല്ലാവർക്കും ഗുഡ് നൈറ്റ്. വീണ്ടും ഒരു വീഡിയോയിൽ നാളെ കാണാം. അതുവരെ നമസ്കാരം. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. താങ്ക് യു. ബൈ ബൈ.